വയനാട് പടമലയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടതായി നാട്ടുകാർ. പയ്യമ്പള്ള പടമല മോടോമറ്റത്തിൽ വർക്കിയുടെ തോട്ടത്തിലാണ് കടുവയെ കണ്ടത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് തെരച്ചിൽ തുടങ്ങി. വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, ഈ ആദിവാസി സ്ത്രീയെ ആക്രമിച്ച് കൊന്ന സ്ഥലത്തിനടുത്താണോ ഈ പടമല എന്ന പ്രദേശം? ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഇത് ആ പ്രദേശത്തു നിന്ന് ഒരുപാട് അകലെയാണ്. അതിൽ നിന്ന് 15 കിലോമീറ്റർ 20 കിലോമീറ്ററിൽ അധികം ദൂരമുള്ള ഒരിടമാണ് പടമല. എന്തായാലും ഈ കടുവയാവില്ല അതെന്ന് വനംവകുപ്പ് തന്നെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ കടുവകളുടെ മീറ്റിംഗ് സീസൺ ആയ സമയത്ത് സ്വാഭാവികമായും ഈ ടെറിറ്ററി, അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ചില ബലപ്രയോഗങ്ങൾ നടക്കാറുണ്ട്. ആ സമയത്ത് സ്വാഭാവികമായും അവർ ഇങ്ങനെ കടുവകൾ പുറത്താകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അവർ പിന്നീട് മറ്റൊരു ടെറിറ്ററി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ വേറെ ആവാസ വ്യവസ്ഥയിലേക്ക് മടങ്ങുകയാണ് സാധാരണ ചെയ്യാറ്. അതുകൊണ്ടാണ് കൂടുതൽ ഈ സമയങ്ങളിൽ കടുവകളെ പുറം അതായത് കൃഷിയിടങ്ങളിലും മറ്റും അല്ലെങ്കിൽ ജനവാസ പ്രദേശങ്ങളിലെ സമീപവും മറ്റും കാണുന്നത് എന്നാണ് വനംവകുപ്പിന്റെ പോലും നിരീക്ഷണം. പടമലയിലും കഴിഞ്ഞ ദിവസം രാത്രി ഈ റബ്ബർ തോട്ടത്തിലൂടെ റോഡ് മുറിച്ചു കിടന്നു പോകുന്ന കടുവയുടെ ദൃശ്യങ്ങളാണ് പ്രദേശവാസിയായ ഒരു യുവാവ് കണ്ടത്. തുടർന്നാണ് ഈ സംഭവം വനംവകുപ്പിനെ അറിയിച്ചത്. എന്തായാലും വനംവകുപ്പ് ആ പ്രദേശത്തെത്തി പരിശോധന നടത്തി. ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം മുമ്പും സ്ഥിരീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു മുൻകരുതൽ പ്രദേശവാസികൾ എടുക്കേണ്ടതുണ്ട് എന്ന് വനംവകുപ്പ് അറിയിച്ചിരുന്നു. എന്തായാലും ഈ കടുവ രാധ എന്ന സ്ത്രീയെ ആക്രമിച്ചു കൊന്നതിന്റെ പശ്ചാത്തലത്തിൽ വലിയ ഭീതിയിലിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്കാണ് കടുവയുടെ സാന്നിധ്യം എന്ന വാർത്ത വന്നത്. അത് അവരെ അല്പം അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്, വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ട്. എന്തായാലും വനംവകുപ്പ് പറയുന്നത് ഇത് ജനവാസ കേന്ദ്രങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കില്ല, മുൻകരുതൽ എടുക്കുക, പട്രോളിംഗ് ഉൾപ്പെടെ പ്രദേശത്ത് നടത്താൻ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങളുമായി വനംവകുപ്പ് ഇന്നുൾപ്പെടെ പ്രദേശത്തുണ്ട്. ഈ കടുവയുടെ സാന്നിധ്യം കാണാനുള്ള ഒരു സാധ്യതയാണ് ഈ സീസണിൽ, മീറ്റിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ കടുവകൾ ഇത്തരത്തിൽ പുറത്തിറങ്ങാറുണ്ട്. അതുകൊണ്ടാണ് പലയിടങ്ങളിലും കടുവയുടെ സാന്നിധ്യം കാണുന്നതെന്നാണ് പൊതുവെ വനംവകുപ്പ് പറയുന്നത്. പക്ഷേ ചേകാടിയിലും കടുവയെ കണ്ടിരുന്നു, നമ്മൾ ദൃശ്യങ്ങൾ സഹിതം കണ്ടതാണ്. ചേകാടിക്ക് അടുത്താണോ ഇത്? അപ്പോ ചേകാടിയിൽ നിന്നും ദൂരമുണ്ടോ? ചേകാടിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് ഈ പടമല എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. മാത്രവുമല്ല, ഈ ചേകാടിയിൽ കണ്ടത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് കടുവ. സ്വാഭാവികമായിട്ടും വന്യജീവി സങ്കേതത്തിൽ കടുവയുള്ളതാണ്. മാത്രവുമല്ല, ചേകാടിയിൽ വിലങ്ങാടി എന്ന് പറയുന്ന തൊട്ടടുത്ത ജനവാസ പ്രദേശം വനത്തിനും ഈ കാടിനും ഈ റോഡിനും ഒക്കെ ഇടയിലുള്ള ഒരു ഇടമാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ വനത്തിലേക്ക് കയറി പോകുന്ന, റോഡ് മുറിച്ച് കയറി വനത്തിലേക്ക് പോകുന്ന കടുവയുടെ ദൃശ്യങ്ങളാണ് വനത്തിൽ വന്ന ഒരാൾ ദൃശ്യങ്ങളാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല പ്രാഥമികമായി എന്ന് തന്നെയാണ് വനംവകുപ്പ് പറയുന്നത്. ആ പ്രദേശത്ത്, ആ വനത്തിൽ കടുവയുള്ളതാണ്. സ്വാഭാവികവും വനത്തിലാണ് കടുവ ഉണ്ടാവുക. അതുകൊണ്ട് വനത്തിലെ കടുവയുടെ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് പോലും വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്ന് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു. അത് തെറ്റായ ഒരു ധാരണ മറ്റുള്ള ആളുകൾക്ക്, ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആളുകൾക്ക് തോന്നും. അത് പ്രചരിപ്പിക്കരുത് എന്ന തലത്തിൽ പോലും വനംവകുപ്പിന്റെ ജീവനക്കാർ സംസാരിച്ചിരുന്നു. കാരണം ജനവാസ കേന്ദ്രങ്ങളിൽ മുഴുവൻ കടുവ ഇറങ്ങുന്നു എന്ന പ്രതീതി അത് പരത്തും. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല, അത് വന്യജീവി സങ്കേതമാണ്. അതിനുള്ളിലൂടെ നടന്നു പോകുന്ന ഒരു കടുവയുടെ ദൃശ്യമാണ്. അത് കൗതുകം കൊണ്ട് ആരോ എടുത്തതാണ്. പക്ഷേ അത് വ്യാപകമായി ഇത്തരത്തിൽ ഈ സാഹചര്യത്തിലാണ്, കടുവ ഒരാളെ ആക്രമിച്ച് കൊന്ന സാഹചര്യത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന ഒരു പരിഭവവും അല്ലെങ്കിൽ അങ്ങനെ പ്രതിഷേധവും വനംവകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അതാണ് വസ്തുതയെങ്കിൽ നമ്മളും ആ ദൃശ്യങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു. രതീഷ്, ഹെഡ്ലൈനിലടക്കം അത് പോകുന്നുണ്ട്. ചേകാടിയിലും കടുവയെ കണ്ടെത്തി എന്നുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പടമലയിലും കടുവയെ കണ്ടെത്തിയിരിക്കുന്നു. രണ്ട് സ്ഥലത്ത് ആണ് എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയും. പടമലയിൽ കണ്ടിരിക്കുന്നു, അതിനൊപ്പം കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ കടുവ. അപ്പോൾ ഒന്നിലധികം കടുവകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഈ വാർത്ത വരുന്നതോടെ ഒരു സ്ഥിരീകരണം ആകുന്നത്. രതീഷ് വാസുദേവനാണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.